ആദർശത്തിൻ്റെയും കരിസ്മാറ്റിസത്തിൻ്റെയും തത്വചിന്തയുടെയും ഒരു ഇൻറ്റഗ്രിറ്റിയുടെയും ഒക്കെ പേരിലാണ് നേതാക്കൾ വളർന്നു വരുന്നത്. ചില നേതാക്കളുടെ പേര് പറയുമ്പോൾ മാനവരാശിക്ക് മനുഷ്യർക്ക് ഇപ്പോഴും രോമാഞ്ചമുണ്ടാകും. മഹാത്മാഗാന്ധിയും നെൽസൺ മണ്ടേലയും എബ്രഹാം ലിങ്കനും അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും, അങ്ങനെ ആരെ പറഞ്ഞാലും ഇന്ത്യയിൽ എടുത്താലും ലോകത്തിൽ വന്നിട്ടുള്ള വലിയ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കളെയൊക്കെ പറയുമ്പോൾ അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ ആദർശശുദ്ധി കൊണ്ടും അവർ എന്നും ജനമനസ്സുകളിൽ താമസിക്കും, എല്ലാവർക്കും ആദരവും കിട്ടും. എന്നാൽ കാലാന്തരങ്ങൾ പോയി കഴിയുമ്പോൾ ഇപ്പോൾ PR വർക്കിൻ്റെ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും വാർ റൂമുകൾ തുറക്കുക, അതുപോലെ സംഘർഷാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ കുറച്ചൊന്ന് അക്രമ രാഷ്ട്രീയമുണ്ട്, അതൊരു കാലഘട്ടം കഴിഞ്ഞു. അക്രമ രാഷ്ട്രീയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശ രാഷ്ട്രീയവും കയറി വന്നു, ആദർശ രാഷ്ട്രീയവും കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖങ്ങളാണ്. ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖത്തിൽ ആളുകളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, ഹൈപ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ നടന്നിരുന്നതെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ അത് വളരെ പ്രധാനമായി വന്നിരുന്നു. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ നേതാവാണ്. ഇപ്പോൾ ആന്ധ്ര എന്ന് പറയുമ്പോൾ ചന്ദ്രബാബു നായിഡു ഒരു കാലഘട്ടം, അതേപോലെ തന്നെ തമിഴ്നാട് തമിഴ്നാട് എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ എന്ന് കേൾക്കും. അങ്ങനെ ഓരോ സ്ഥലം പറയുമ്പോൾ ആളുകളെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. കേരളത്തിൽ ഇതാ ഒരു ബ്രാൻഡിങ് വരാൻ പോകുന്നു. അത് സിനിമകളുടെ രൂപത്തിലാണ് വരാൻ പോകുന്നത്. സിനിമകളുടെ രൂപത്തിൽ 2 സിനിമ വരാൻ പോവുകയാണ്. രണ്ടും ഗവൺമെൻറ്റിന് ഹൈപ്പ് ഉണ്ടാക്കാനാണ്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ നായകനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കമലഹാസൻ അഭിനയിക്കുമെന്ന ഒരു സിനിമ വരാൻ പോകുന്നു. മിക്കവാറും അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. എങ്കിൽ എല്ലാ സഖാക്കളും അത് കാണണം. അത് കണ്ടിട്ട് അങ്ങനെ രോമാഞ്ചമുണ്ടായി നമ്മുടെ സഖാവിന് തന്നെ വീണ്ടും അധികാരം കൊടുക്കണം. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമില്ല, CPM ഇല്ല, CPI ഇല്ല, ഒന്നുമില്ല. അവിടെ ഏകഛത്രാധിപതി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ കൃത്യമായി പിണറായി വിജയനുള്ള ഒരു ഹൈപ്പ്, ഒരു പരിപാടി പോലെ ഒരു വലിയ സിനിമ വരുന്നു. കമലഹാസനാണ് സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതയുള്ളത്. രണ്ടാമതൊരു സിനിമ അത് പ്രതിനായകനെ വെച്ചുകൊണ്ടാണ്. ഇതിൽ നായകനെ വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ സിനിമ പോകുന്നതെങ്കിൽ രണ്ടാമത്തത് പ്രതിനായകനെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൽ ബാലചന്ദ്ര മേനോൻ ഒരു റോൾ എടുക്കുമെന്ന് കേൾക്കുന്നു. B ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ വക്താവ് കൂടിയായിട്ടുള്ള സിനിമാ മേഖലയിലെ നിരവധി സംഘടനകളുടെയൊക്കെ അമരക്കാരനായിട്ടുള്ള B ഉണ്ണികൃഷ്ണനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നതും എടുക്കുന്നതും എന്നൊക്കെ കേൾക്കുന്നു. അത് സോളാർ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. സോളാർ കേസിൽ അവസാന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കോടതികൾ വെറുതെ വിടുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി അന്തരിക്കുന്നതിന് മുമ്പ് കോടതികൾ വെറുതെ വിട്ടപ്പോൾ ഉമ്മൻചാണ്ടി നിരപരാധിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിരപരാധിയായ ഒരു മുഖ്യമന്ത്രിയെ 72 വയസ്സിന് മേൽ പ്രായമുള്ള കോൺഗ്രസിൻ്റെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കളിൽ പ്രധാനിയായിരുന്ന ഉമ്മൻചാണ്ടിയെ എന്തിനാണ് വയസ്സുകാലത്ത് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇത്രയും കോപ്രായങ്ങൾ കാണിച്ചത്, അതിൽ എന്തായിരുന്നു ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഒരു വിവാദവും തർക്കവുമൊക്കെ നടക്കുകയും അതിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണെങ്കിലും കോൺഗ്രസ്സിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിന് സരിത വിഷയമോ സോളാർ വിഷയമോ ഒക്കെ വന്നാൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണല്ലോ, അതുകൊണ്ട് നിരപരാധിയെ ക്രൂശിച്ചവരാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണകൂടവും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിന് UDFന് ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കിട്ടുമോ എന്ന് പേടിച്ച് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വരുത്തി തീർക്കാൻ സോളാർ കേസിൽ ഒരു ഉമ്മൻചാണ്ടി മാത്രമല്ല ഒരുപാട് പേർ ബന്ധപ്പെട്ടിരുന്നുവെന്നും അത് ശരിക്കുമുള്ളൊരു കേസായിരുന്നുവെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സോളാർ കേസിനെ കുറിച്ചുള്ള ഒരു സിനിമയും വരുന്നു. അപ്പോൾ 2 സിനിമകളാണ് വരാൻ പോകുന്നത്. രണ്ടും പരമാവധി തിയേറ്ററുകളിൽ പോയി ആളുകൾ കാണണമെന്നുള്ള ആഹ്വാനമൊക്കെ വരാം. ചിലപ്പോൾ അത് സമ്മേളനങ്ങളിലും അല്ലെങ്കിൽ ആൾക്കൂട്ടം യോഗങ്ങളൊക്കെ വിളിച്ച് ഫ്രീ ആയിട്ട് പ്രദർശിപ്പിക്കാം. എന്തായാലും 2 സിനിമ വരാൻ പോകുന്നു. 2ഉം സിനിമകളായിട്ട് തന്നെയാണ് വരുന്നത്. പ്രമുഖരെ വെച്ചാണ് സിനിമ വരുന്നത്. ഒന്ന് ബാലചന്ദ്ര മേനോനെ വെച്ചാണ് വരുന്നതെങ്കിൽ അതുപോലെ തന്നെ നിവിൻ പോളിയൊക്കെ അഭിനയിക്കുന്നു എന്ന് കേൾക്കുന്നു. പിന്നെ നമ്മുടെ ഫാസിലിൻ്റെ മകൻ അഭിനയിക്കുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ നിരവധി ആളുകൾ അതിനകത്ത് സിനിമയിൽ പേര് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എല്ലാം ഫൈനലായിട്ടില്ല. ഇപ്പുറത്താണെങ്കിൽ കമലഹാസനെ വെച്ചുകൊണ്ടാണ് ഈ ചിത്രം ചെയ്യുന്നത്. കമലഹാസൻ പിണറായി വിജയൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരാൻ പോകുന്നത്.
ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ചുവിരിച്ച് വിരിമാറ് കാട്ടിപ്പോയ ആ ഇരട്ടച്ചങ്കനെ കേരളത്തിന് ഒന്നുകൂടി പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ തുടർച്ചയായി 10 വർഷം ഭരണാധികാരിയായിരുന്ന പ്രളയത്തെയും കോവിഡിനെയും ഉരുൾപൊട്ടലെയുമൊക്കെ മെയ്ക്കരുത്തോടെ ഉൾക്കരുത്തോടെ നെഞ്ചുവക്കോടെ പരിഹരിച്ച് എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന ജനങ്ങളുടെ കാരണഭൂതനെ പരിചയപ്പെടുത്തുന്ന വളരെ ഗൗരവമായ ഒരു ചിത്രമായിട്ടാണ് അത് പുറത്തു വരുന്നത്. ഇത് ഞാൻ ഇദ്ദേഹത്തെ ശ്രീ പിണറായി വിജയനെ കളിയാക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാസിൻ്റെ രൂപത്തിൽ പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ മേന്മകളെ ഉയർത്തിക്കാട്ടുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 സിനിമകളും കൂടി വരുന്നത്, ഒന്ന് ഭരണപക്ഷത്തെ നായകനെ ഉയർത്തിക്കാണിക്കുന്ന ഉലക നായകനിലൂടെ കേരളത്തിൻ്റെ നായകനെ ഉയർത്തിക്കാണിക്കുന്ന ഒരു സിനിമ. രണ്ടാമത്തെ സിനിമ വരുന്നത് പ്രതിനായകനായി, ഉമ്മൻചാണ്ടിയെ പ്രതിനായകനായി നിർത്തിക്കൊണ്ട്, വില്ലനല്ല മറ്റൊരു ഉപനായകനായി നിർത്തിക്കൊണ്ട് സോളാർ സമരകാലത്തെയും സോളാറിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള മറ്റൊരു സിനിമ, അല്ലെങ്കിൽ അതെന്താണ് എന്ന് ജനങ്ങളോട് പറയുന്ന സിനിമ. അപ്പോൾ 2 സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് കമലഹാസനാണ്, 2 ബാലചന്ദ്ര മേനോനാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഫഹദ് ഫാസിലുണ്ട്. അങ്ങനെ ഒത്തിരി, നിവിൻ പോളി, അങ്ങനെ ഒത്തിരി വളരെ പ്രമുഖരാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് വലിയ ഹൈപ്പ് കിട്ടുമായിരിക്കും. അതിന് പ്രൊമോഷൻ ഉണ്ടാവും. ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കൂടി ഇതിനകത്തൊരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ, സ്പോൺസറിങ് അല്ല, താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററുകളിലും നന്നായി ഓടാൻ സാധ്യതയുണ്ട്. എന്തായാലും 2 സിനിമ വരുന്നു കേരളത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അക്രമ രാഷ്ട്രീയത്തിൽ തുടങ്ങി ആദർശ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കോർപ്പറേറ്റ് രാഷ്ട്രീയം മാറി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി, രസകരമായൊരു കാര്യമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് സിനിമകൾ ഓണം റിലീസ് വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വിഷു റിലീസ് വരുന്നു, ക്രിസ്മസ് റിലീസ് വരുന്നു, ബക്രീദിന് റിലീസ് വരുന്നു, അങ്ങനെ പിന്നെ ധനുമാസ റിലീസ്, അങ്ങനെ ചിങ്ങമാസ റിലീസ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ, പുതുവർഷ റിലീസ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കേരളത്തിൽ കേൾക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് റിലീസ് എന്ന് പറയുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് കൂടി വരുന്നു. 2 സിനിമ വരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. സിനിമയാണ്, കലയാണ്. അത് കലാരൂപമായതുകൊണ്ട് തന്നെ അതിൽ എന്ത് പ്രമേയം പറഞ്ഞാലും അത് നമുക്ക് കണ്ടിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും 2 സിനിമ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം.